ഇന്ത്യയെയും ചൈനയെയും ഇനിയും പഠിപ്പിക്കും. ഇത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് UN അസംബ്ലി മീറ്റിങ്ങിൽ. അത് കേൾക്കണ്ടേ നമുക്ക്? ഇന്ത്യ ഓൾറെഡി ഒരു പാഠം പഠിപ്പിച്ചു കേട്ടോ. 50% തിരിവേണം കൊടുത്തിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇന്ത്യ കേട്ടില്ല. അപ്പോൾ കൊടുത്തു പണി. നിങ്ങൾ അവിടെ നിന്നുള്ള ഒരു സാധനം കൊണ്ട് കയറ്റി അയക്കേണ്ട. അങ്ങനെ കയറ്റി അയക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 50% തിരിവ് വേണം. അങ്ങനെ നിങ്ങളെ പൂട്ടും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പോൾ ആ കാര്യം UN അസംബ്ലിയിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അത് വിശദമായി ഒന്ന് കേൾക്കണ്ടേ നമുക്ക്? അത് കേൾക്കുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളെ ഒരു 10 മിനിറ്റിനകം നിങ്ങളുടെ മുമ്പിൽ അല്പം തമാശയും ഗൗരവവും വാർത്തകളുമായി സ്പേസ് മലയാളം എത്തിക്കുന്നു. അതിന് സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? എന്നാ റെഡി. അപ്പോൾ നമുക്ക് ഈ മാറ്ററിലേക്ക് വരാം. UN അസംബ്ലിയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ പോയിന്റായിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞത് ബൈഡന്റെ കാലത്ത് 4 വർഷം കൊണ്ട് 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നടത്തിയിട്ടുള്ളൂ എന്നാണ് പറയണത്. അതേസമയം ഈ 8 മാസത്തെ ഈ രണ്ടാമത് വന്ന നമ്മുടെ ട്രംപിന്റെ കാലഘട്ടത്തിൽ 17 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകം അവിടെ നടന്നു കഴിഞ്ഞു എന്നാണ് ആരവകാശപ്പെടുന്നത്? ട്രംപ് അവകാശപ്പെടുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം. ഇനി അടുത്തത് എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നികുതി ഇളവ് നൽകിയ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ പ്രസിഡന്റ് അത് ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതാണ് അദ്ദേഹം രണ്ടാമതായി പറഞ്ഞ പോയിന്റ്. ഇനി അദ്ദേഹം പറയുന്ന കാര്യമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ US അല്ലാത്ത മറ്റ് രാജ്യങ്ങളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇമിഗ്രേഷൻ പോളിസിയിൽ വന്ന മാറ്റം, അദ്ദേഹം കൊണ്ടുവന്ന മാറ്റം അത് സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കേണ്ടതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ആരും US-ലേക്ക് അങ്ങോട്ട് ചെന്ന് വെറുതെ അങ്ങോട്ട് കുടിയേറി പാർക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അത് ജയിലിലേക്കായിരിക്കും എന്നുറപ്പിക്കുക. അല്ലെങ്കിൽ അടുത്ത വിമാനത്തിൽ കയറി തിരിച്ച് ഏത് നാട്ടിൽ നിന്നാണോ വന്ന് ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്നും കൂടെ ഈ ട്രംപ് പറഞ്ഞു വെച്ചു. അതാണ് താൻ നടപ്പാക്കിയത്. അത് US ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ട്രംപ് വരുത്തിയ മാറ്റം എന്നാണ് ട്രംപ് പറയുന്നത്. ശരിയാണ്, നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറേ ഇന്ത്യക്കാരെ വിമാനത്തിൽ കയറ്റി അയച്ചല്ലോ, നമ്മൾ ഓർക്കുന്നില്ലേ? അത് കയ്യാമൊക്കെ വെച്ചിട്ട് അയച്ചോ എന്നും കൂടെ ഒരു സംശയമുണ്ട് അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കയ്യാമൊക്കെ വെച്ചിട്ടാണ് വിമാനത്തിൽ കയറ്റി അയച്ചത് എന്നും കൂടെ ഒരു സംശയമുണ്ട്. അങ്ങനെ എന്തോ ഒരു വിവാദം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ നമ്മുടെ രാജ്യം അതിനോട് പ്രതികരിച്ച് ആയി കണ്ടില്ല. അത് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇനി അടുത്തതായി UN അസംബ്ലിയിൽ ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ബൈഡന്റെ കാലത്ത് ഏതാണ്ട് ഈ കുട്ടികളുടെ ആ ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വലിയ തോതിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം കുട്ടികൾ വലിയ തോതിലുള്ള പീഡനത്തിനും റേപ്പിനും ഒക്കെ ഇടയായിരുന്നു എന്നാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത്? നമ്മുടെ ഈ ട്രംപ് പറഞ്ഞത്. ഇത് അമേരിക്കയിൽ ബൈഡന്റെ കാലഘട്ടത്തിൽ നടന്നു, എന്നാൽ തൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുന്നില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇനി അടുത്തത് എന്താ നമ്മുടെ ട്രംപ് UN അസംബ്ലിയിൽ പറഞ്ഞത് നോക്കാം. നമ്മളെ കൂടെ ബാധിക്കുന്ന, വലിയ ഇന്ത്യക്കാരെ കൂടെ ബാധിക്കുന്ന മറ്റൊരു സംഭവം പറഞ്ഞാൽ അത് നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് അതിന് മാത്രമായി ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ട്രംപ് എന്ന ഈ മഹാൻ ലോകത്തിലെ 7 യുദ്ധങ്ങൾ 7 മാസം കൊണ്ട് തീർത്തു കൊടുത്തു. സമാധാനം പുലർത്തി 7 രാജ്യങ്ങളിൽ. അതേതൊക്കെ രാജ്യങ്ങളിലാണെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടാം, ഇതിൻ്റെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലിടാം. അത് നിങ്ങൾക്ക് കാണാം. ആ രാജ്യങ്ങളിലൊക്കെയല്ല യുദ്ധം തീർത്തു. അതിൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ ട്രംപ് ഇടപെട്ട് തീർത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ 7 യുദ്ധങ്ങൾ തീർത്തു. അതൊന്നും ഈ UN പോലെയുള്ള 193 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ UN അതൊന്നും കണ്ടില്ല. ഒരു നന്ദിയും പറഞ്ഞില്ല, ഒരു നല്ല വാക്കും പറഞ്ഞില്ല ട്രംപിനോട്. എന്ന് മാത്രമല്ല, കുറേ രാജ്യങ്ങൾ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തപ്പോൾ UN ഒന്നും അത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല. UN അതെല്ലാം റെക്കമെൻഡ് ചെയ്യണം, ഈ രാജ്യങ്ങളെല്ലാം തനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ മഹാനേതാവ്. ഇനിയാണ് അടുത്ത കാര്യം പറയുന്നത്. അദ്ദേഹം ഇറാനെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ ടെററിസത്തിൻ്റെ ഒരു സ്പോൺസറാണെന്നാണ് പറയുന്നത്. അതങ്ങ് അടിച്ച് തീർത്തു കൊടുത്തു.
9 ദിവസം കൊണ്ട് ആ യുദ്ധം അങ്ങ് തീർത്തു കൊടുത്തു. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവിടെ ഈ ന്യൂക്ലിയർ ആയുധങ്ങളൊന്നും അവർക്ക് ഒരു വിധത്തിലും പ്രോസസ് ചെയ്യാനുള്ള സാധ്യതയില്ലാത്തവണ്ണം ആ യുദ്ധവും തീർത്തു കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ലോക ടെററിസത്തിൻ്റെ സ്പോൺസറാണ് ഇറാൻ എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അടുത്തത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും കൂടെ നമുക്ക് കേട്ട് നോക്കിയാലോ. പിന്നെ സ്വാഭാവികമായിട്ടും പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി പറയുന്നു. ഈ പലസ്തീനെ ലോകരാഷ്ട്രങ്ങൾ പലതും രാജ്യമായി അംഗീകരിക്കുന്നതിനെ ട്രംപ് എതിർക്കുന്നു. അത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിനോട് താൻ യോജിക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. അടുത്തത് നമ്മുടെ ട്രംപ് പറയുന്നത് മറ്റൊന്നല്ല, നമ്മളറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ആ യുദ്ധം ഏറ്റവും എളുപ്പത്തിൽ തീർക്കാമെന്നാണ് അത്രയും. മറ്റെല്ലാ യുദ്ധങ്ങളെക്കാളും എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു യുദ്ധമാണ് റഷ്യയും ഉക്രൈനും തമ്മിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കാരണം അതിന് പുട്ടിനുമായിട്ടൊക്കെ വളരെ സൗഹൃദമാണ്, വളരെ എന്താ പറയേണ്ടത്, വളരെ ബ്രദർ മാതിരിയൊക്കെ ഉള്ള ബന്ധമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു യുദ്ധമായിരുന്നു അതെന്ന് വിചാരിച്ചു. പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളൊരു കുറ്റസമ്മതവും ഇവിടെ ട്രംപ് നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 50% തിരിവെയൊക്കെ നമ്മൾ സഹിക്കണം. കാരണം റഷ്യക്കാരിൽ നിന്ന് എണ്ണ വാങ്ങിക്കുകയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് നമ്മളോട് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അത് നമ്മൾ ചെവി കൊടുക്കുന്നില്ല. ഒരു രാജ്യങ്ങളും ചൈനയും ഇന്ത്യയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഗ്യാസൊക്കെ വാങ്ങിക്കുന്നത്. നമ്മൾ പണം കൊടുക്കുന്നു, ആ പണമെല്ലാം ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് എന്താണ് അദ്ദേഹം UN അസംബ്ലിയിൽ പറഞ്ഞത് എന്നും കൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അദ്ദേഹത്തിന് മറ്റൊരു സങ്കടം ഉള്ളത്, ഈ UN അസംബ്ലിയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു $500 മില്യൺ ചെലവാക്കിയിട്ട് ഒരു മന്ദിരം പണിയാമെന്നൊക്കെ വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ഈ UN ആൾക്കാർ കേട്ടില്ല. അവർ വേറൊരു കോൺട്രാക്ടർക്ക് കൊടുത്തു. അത് ഏതാണ്ട് 2 ട്രില്യൺ തൊട്ട് 4 ട്രില്യൺ വരെ അല്ല 2 ബില്യൺ തൊട്ട് 4 ബില്യൺ വരെ ഡോളർ ചെലവാക്കിയിട്ട് ആസ്ഥാന മന്ദിരം പണിതൊന്നും അതിൻ്റെ മാർബിൾ പോലും നിലത്ത് വിരിക്കുന്ന മാർബിൾ പോലും പണി കഴിഞ്ഞിട്ടില്ല എന്നും മറ്റുമൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതെന്താണ് അതിൻ്റെ വിശദ വിവരങ്ങളെന്ന് നമുക്കറിയില്ല കേട്ടോ. പിന്നെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് നാറ്റോനെയാണ്. ലോക കാലാവസ്ഥ പോളിസിക്കെതിരെയായിട്ട്, കാലാവസ്ഥാ പോളിസിക്കും റിന്യൂവബിൾ എനർജി പോളിസിക്കും ഒക്കെ അഗെൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഈ വിൻമില്ലൊക്കെ ഒരു അമ്പം പരാജയമായിരുന്നു. കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ ഒരു ഹോക്സ് ആണെന്നാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് ചൈനയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മൊത്തത്തിൽ അദ്ദേഹം UN കുറ്റപ്പെടുത്തിക്കൊണ്ട്, UN രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്യാത്തുള്ള അതൃപ്തിയും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച ഒരു വലിയ സമാധാനപ്രിയനെ സപ്പോർട്ട് ചെയ്യാത്ത ദേഷ്യവും എല്ലാം അദ്ദേഹം ഈ ഉടനീളം പ്രസംഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആരും പ്രത്യേകിച്ച് അങ്ങോട്ട് വരേണ്ടതില്ല എന്നും സൂചിപ്പിച്ചു വെക്കുകയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അമേരിക്ക എന്നുള്ളത് അമേരിക്കക്കാർക്കുള്ളതാണെന്നും മറ്റ് രാജ്യങ്ങളിൽ അവരുടെ ജനങ്ങളെ, പൗരങ്ങളെ അവർ സംരക്ഷിക്കണമെന്നും അമേരിക്കൻ ജനതയെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ വരികൾക്കിടയിൽ നമുക്കതിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയും. അത് തന്നെയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരും അഭിപ്രായം പറയട്ടെ. അവരഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് യു.